ഹായ് ഗൈസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ പറയുക ഉമ്മാൻ്റെ അടുത്ത് പറഞ്ഞില്ലേ എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അവ അപ്പോൾ അതിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് എന്തെങ്കിലും ഒരു ഇതായിട്ട് കമൻറ്റുകൾ വന്നതിന് ഞങ്ങൾ എന്തായാലും റിയാക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ടും അതിനെതിരായിട്ടും വന്നിട്ടുണ്ട്. പലർക്കും പല അഭിപ്രായമായിരിക്കും, അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ അതിൽ തന്നെ കുറച്ച് എന്താ പറയുക കുറച്ച് വൾഗറായിട്ടുള്ള കമൻസ് ഉണ്ട്. അപ്പം ഞങ്ങൾ അത് മാത്രം എടുത്തിട്ട് അതിനുള്ളൊരു റീപ്ലൈ തരാമെന്ന് വിചാരിച്ചല്ലോ അവേ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ അതാണ്. അപ്പം എല്ലാവരും വീഡിയോ ഫസ്റ്റ് തന്നെ പറയാം, ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടിട്ട് മാത്രം അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻ്റ് ആയിട്ട് ഇടുക. അപ്പോൾ ഞങ്ങൾ എടുത്ത കുറച്ച് കമൻസ് എന്തായാലും ഞങ്ങൾ വായിച്ചിട്ട് അതിന് പെട്ടെന്ന് റീപ്ലൈ പറഞ്ഞു പോകാം. ഫസ്റ്റ് മെയിൻ ആയിട്ടുള്ളൊരു ഇത് കേട്ടാ, മറ്റേ ആരിഫ മുജീബ് പറഞ്ഞിട്ടൊരു മറ്റേ ഒരു അക്കൗണ്ടിൽ നിന്നാണ്. ഉമ്മാക്ക് ഇഷ്ടമുള്ള കല്യാണം കഴിക്കാതിരുന്നത് അവർക്ക് വേദന ഉണ്ടാവും പറഞ്ഞിട്ട്. ഇത് ഒരു കമൻ്റ് അല്ല, ആ ആളെന്നെ എന്താണ് ഒരു 6-7 കമന്റ് അടുപ്പിച്ചിട്ടുണ്ടോ ഇതേ സെയിം സംഭവം കോപ്പി പേസ്റ്റ് ചെയ്ത പോലെ. വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ഫുള്ളായി കാണാനുള്ള താമസമൊന്നുമില്ല, അതിന്റെ മുന്നേ അതെ വീഡിയോ 25 മിനിറ്റ് എന്തോണോ അത് വന്നത്, ഞങ്ങൾ ലെങ്ത് ആക്കിയതല്ല, 25 മിനിറ്റ് അത് വരുന്നുണ്ട്. ആ 25 മിനിറ്റ് പോലെ ആവാതെ കണ്ടതാണോന്നും അറിയില്ല. അല്ല അങ്ങനെ തന്നെ ആയിരിക്കും, ഇനി ഫുള്ളായി കണ്ടിട്ടുണ്ടോന്നും അറിയില്ല. അതാണോ ഇനിയിപ്പോ ഫാമിലിയിൽ ആരെങ്കിലും ആണോ എന്നും അറിയില്ല. അടുപ്പിച്ച് കണ്ടിന്യൂ സംഭവം ഉണ്ട്. അപ്പൊ ഞങ്ങള് എന്താ പറയുക, ഈ ആരിഫ മുജീബ് ഇപ്പൊ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട കല്യാണം കഴിച്ചതിൽ ഞാൻ ഹാപ്പി ആയിരിക്കുമോ? അതും കൂടി നിങ്ങൾ ചിന്തിക്കണല്ലേ ഈ പറയണവര്. ഇപ്പൊ പേരൻസ് പറയുമ്പോൾ പേരൻസിന് ഇഷ്ടങ്ങൾ ഉണ്ടാവും, അതൊക്കെ ശരിയാണ്. പക്ഷെ ജീവിക്കുന്നത് ഇപ്പോ ഞാനാ ജീവിക്കുന്നത്, അപ്പൊ എനിക്ക് എന്റേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ടാവും, ഞാൻ അങ്ങനെ തിരഞ്ഞെടുത്താണ് വായിച്ചിനെ. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ മൂപ്പരുടെ ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ബേബി വേറൊരു കാസ്റ്റിൽപ്പെട്ട ഒരു പെണ്ണിന് കല്യാണം കഴിക്കുന്ന സമയത്ത് മൂപ്പരുടേതായിട്ടുള്ള സങ്കടങ്ങൾ സ്വാഭാവികമായിട്ടും ഇല്ലേ എന്തായാലും ഉണ്ടാവും. പക്ഷേ അത് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പൊ സ്റ്റാർട്ടിങ് ഒക്കെ കല്യാണത്തിന്റെ ആ ടൈമിലൊക്കെ ഞങ്ങൾക്കും സങ്കടമുണ്ട്. കാരണം എന്താ വെച്ചാല് ഞങ്ങൾക്കും വീട്ടുകാർ രണ്ടുപേരും തമ്മിൽ സമ്മതിച്ചിട്ട് വേണം കല്യാണം എന്ന് പറഞ്ഞിട്ട് ഇരുന്നതാണ്. പക്ഷെ അവര് സമ്മതിക്കാത്തതിനൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, അത് കഴിഞ്ഞതിന് ശേഷം അത്ത മരിച്ചിട്ടില്ലേ, അത്ത മരിച്ചതിന് ശേഷം ഞങ്ങളൊക്കെ ഓക്കെ ആയതാണ്. അതായത് ഉമ്മനെ വീട്ടിലേക്ക് വിളിച്ച് വീട്ടിലേക്കൊക്കെ കയറലും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നതാണ് അല്ലേ അവേ. അതിനുശേഷമാണ് പിന്നെ ഇങ്ങനെ ആയത്. അത് നമ്മൾ ഓരോ കമന്റ് പറഞ്ഞു പോകുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ ഇതായിട്ട് പറയാം. അപ്പൊ അത് ആദ്യം മനസ്സിലാക്കുക. ഞങ്ങൾ മുന്നത്തെ വീഡിയോയിൽ ഇതൊക്കെ പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ മറ്റേ വീഡിയോയിൽ ഇതൊന്നും പറയാതിരുന്നത്. അതെ. അപ്പൊ ഇനി ഗൈസ് നെക്സ്റ്റ് എന്താടാ നിന്റെ കോലം? ഇപ്പഴും കുറച്ച് വൃത്തിയായി എനിക്ക് തോന്നുന്നു, താടി ഒരു ഷേപ്പ് ചെയ്യാത്തൊരു ഇതുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഫോട്ടോ ഒക്കെ കാണണം. അതെ അതൊക്കെ കാണണം, അത് പോയി കണ്ടിട്ട് ഒരു ഗൈസ്. നെക്സ്റ്റ് ബെസ്റ്റ് ഉമ്മാനെ, അതായത് ബെസ്റ്റ് ഉമ്മിനെ കുറ്റം പറയുന്നുണ്ട്. അതായത് ഗൈസ് ഞങ്ങൾ കുറ്റമല്ല പറയണത്, ഞങ്ങളൊരു എന്താ പറയുക, ഞങ്ങളൊരു സംഭവം ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു അനുഭവം ഞങ്ങൾ ഷെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. പറഞ്ഞിട്ടില്ല, കുറെ കാര്യങ്ങൾ പേഴ്സണലായി വെക്കണം ഞങ്ങൾ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഞങ്ങളെ പോലെ അനുഭവിക്കുന്ന കുറെ പേർക്ക് അത് റിലേറ്റ് ചെയ്യുന്നുള്ള ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഈ വീഡിയോ കാണുമ്പോൾ അത് അതായത് ബേബ് പറയണതല്ലേ ഞങ്ങൾ പറയണത് ഉമ്മാനെ കുറ്റമാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് അത് കുറ്റമായിട്ട് തോന്നുള്ളൂ. അല്ലാത്ത ആൾക്കാർക്ക് ഇപ്പൊ ബേബ് പറഞ്ഞ പോലെ അതൊരു അനുഭവമാണ്. അതെ സത്യം. ഇനി ഗൈസ് നെക്സ്റ്റ് ഷംസീന, അതായത് നിങ്ങളുടെ ഉമ്മാനെ ഞാൻ കണ്ടിട്ടുണ്ട്, ഉമ്മാക്ക് ഓപ്പറേഷൻ കഴിഞ്ഞില്ലേ, അപ്പോൾ ഒരേ ബാച്ചിലായിരുന്നു, അപ്പോൾ ഫവാസ് വന്നിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അതായത് ഇത് എൻ്റെ അത്ത മരിച്ചു കഴിഞ്ഞിട്ടാണ് ഉമ്മാക്ക് ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ, അതായത് അപ്പൻഡിക്സിന് ഓപ്പറേഷൻ ആയിരുന്നു അല്ലേ. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴൊക്കെ ഒരു എന്താ പറയുക പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഓപ്പറേഷൻ കഴിഞ്ഞ് കിടന്നല്ലേ കൊണ്ട് കാണാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ. അത് അല്ല ആ സമയത്താണെന്നുണ്ടെങ്കിൽ കാണാൻ പോകാൻ വലിയ താല്പര്യം ഉണ്ടായില്ല, അത് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പോവാതിരുന്നാണ്. പിന്നെ വാവിച്ച് എന്നെ തള്ളി പറഞ്ഞിട്ട് അങ്ങനെ പോയി. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്ന എന്ത് ക്രൂരനാണെന്നൊക്കെ ചിന്തിക്കുക, അങ്ങനെയല്ല, അത് നമ്മൾ അനുഭവിക്കുന്നവർക്കാണ് അതിന്റെ വേദനകളും കാര്യങ്ങളും മനസ്സിലാവുള്ളൂ. അത് മാത്രമല്ല അവിടെയും കുറച്ച് ഉണ്ടായിരുന്നു വിട്ടുതള്ളി ഞങ്ങൾ പോയിരുന്നു. അതും മാത്രമല്ല, അവിടെ ഉമ്മ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ അമ്മയടക്കം കാണാൻ പോയിട്ടുണ്ട് അല്ലേ. അതും ഞങ്ങളെ അമ്മനെ വിട്ട്, അതായത് ഓരോരുത്തരായിട്ട് കാണാൻ പറ്റുള്ളൂ. അമ്മനെ വിട്ടിട്ട് അമ്മ വന്നത് എത്രയോ സമയം കഴിഞ്ഞിട്ട് ഓർമ്മ, അത്രയും നേരം അവർ സംസാരിച്ചിരുന്നു. അതായത് ഇഷ്യൂസ് ഒന്നും അങ്ങനെ പറ്റില്ല ഹോസ്പിറ്റലിലെ കുട്ടിക്ക് ഇൻഫെക്ഷൻ അടിച്ചാൽ പിന്നെ ഒന്നും പറയാൻ അവരെന്നെ ചീത്ത പറഞ്ഞു. അതായത് എന്തൊക്കെ വൈറസ് ഉണ്ടെന്നുകൊണ്ട് അവരും ചീത്ത പറഞ്ഞിട്ട് ഞങ്ങൾ പുറത്തുനിന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ മതത്തിന്റെ ബേസിൽ നിങ്ങൾ പറയുന്ന സമയത്ത് അങ്ങനെ അത്ര വലിയ ഇതാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇത് ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ അമ്മയടക്കം പോയിട്ട് ആ ഒരു ഇത് ഉണ്ടാവണമെന്നില്ല. ഇനി നെക്സ്റ്റ് ഇതൊരു ഇതുണ്ട് കേട്ടോ, അതായത് ഇവനൊക്കെ ആരാ, എന്താണ് ഇതെനിക്ക് മനസ്സിലായില്ല. ഇവനൊക്കെ ആരാ, എന്താണ് കാര്യപരിപാടി പാടി നടക്കണമെന്നാ, അങ്ങനെ
എന്തോ ഒരു ഇത് ഭാഷ അതായത് സെമീന, ഞങ്ങളുടെ പെൺകുട്ടിയാ സെമീന എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിനൊരു മറുപടി ഞാൻ തരാട്ടാ. അപ്പോ ഈ സെമീന താത്താക്ക് എന്താ പറയാ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടലാണ് കുറച്ച് ഇത് കൂടുതൽ തോന്നുന്നത്. എന്താ വെച്ചാൽ ഞങ്ങളുടെ ആരാണെന്ന് അറിയില്ലെങ്കിൽ ഇപ്പൊ ഈ താത്താക്ക് ഒന്ന് കമന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ ചാനലിലാണ് ഞങ്ങൾ എടുക്കുന്ന വീഡിയോയിലാണ് ഞങ്ങൾ അത്രേ ഉള്ളൂ. അല്ലേ? അതിപ്പോ എന്താണ് ഈ പറഞ്ഞ കമന്റ് ഇട്ട ആൾക്ക് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് ആരാന്റെ കാര്യത്തിൽ ഇടപെടാൻ കൂടുതൽ താല്പര്യം സെമീന താത്താക്ക്. അപ്പം മിണ്ടാണ്ടിക്ക്. അതിനിപ്പോ നെക്സ്റ്റ് ഗൈസ് നെസ്രീൻ, ഒരിക്കലും ഇങ്ങനത്തെ ഒരു മോനെ ആർക്കും കിട്ടാതിരിക്കട്ടെ. ഒരു വാവ ഞാൻ അതായത് ഒരു വാവ ഒരു ഹസ് ഉമ്മാനെ വേദനിപ്പിച്ചിട്ട് ഒന്നും നേടിയിരിക്കാൻ പോകാറില്ല. മോന് ഉമ്മാനെ കുറ്റം പറയുന്നു. ഉമ്മയുടെ കാലടിയിലാണ് സ്വർഗം. നീ ഉമ്മാനെ പറ്റി എന്ത് പറഞ്ഞാലും നിന്റെ സ്വർഗം ഉമ്മ തീരുമാനിക്കും. നീ നിന്റെ ഇഷ്ടത്തിന് നടന്നു. ബട്ട് ഈ കുറ്റം പറയാനുള്ള വീഡിയോ ഗൈസ് ഞങ്ങൾ പിന്നെയും പറയാം, കുറ്റം പറഞ്ഞിട്ടല്ല, ഞങ്ങൾ ഞങ്ങളുടെ അനുഭവം ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ അതെ മതം എന്നൊരു എലമെന്റ് ഉണ്ടല്ലോ, അത് കൂടുതൽ തലക്ക് പിടിച്ച് നടക്കുന്നത്. ഇത് പറയുന്ന കേട്ട് തന്നെ ഇയാൾ സ്വർഗത്തിൽ പോയിട്ട് ഇപ്പൊ വന്നിട്ട് അനുഭവം പറഞ്ഞിരുന്ന പോലെയാണ് പറയുന്നത്. ഗൈസ് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് പോലെ നമ്മൾക്ക് എന്താ പറയുക, നമുക്ക് എന്താ സന്തോഷം തരുന്നത് അതുപോലെ ജീവിക്കാം. മരിച്ചു കഴിഞ്ഞിട്ടുള്ള സംഭവം കാര്യം മതവും എല്ലാം നമ്മളെ പോലെയുള്ള ആൾക്കാർ ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. അത്രേ ഉള്ളൂ. അതിൽ ഉൾക്കൊണ്ട് ജീവിക്കണവര് അതായത് ജീവിച്ചോട്ടെ, അതിൽ ഞങ്ങളൊന്നും പറയണല്ലോ. പക്ഷെ അത് ഇഷ്ടമില്ലാതെ നടക്കുന്നവരിനെ ആ ഒരു രീതിക്ക് വിടുക. അല്ലാണ്ട് നിങ്ങളുടെ ഇത് നമുക്ക് അടിച്ചേൽപ്പിക്കാൻ നിൽക്കരുത്. നെക്സ്റ്റ് എന്തോ പൊളിന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ഇതാണ് കേട്ടാ അക്കൗണ്ട്. ഗർഭം കാരണം യൂട്യൂബിൽ നിലവാരമില്ല ഇപ്പോന്ന്. അതെന്താ എന്ത് കമന്റ് ആണ്? ഗർഭം കാരണം എന്ന് പറഞ്ഞാൽ അതല്ലാതെ ആരും പ്രസവിക്കില്ല, യൂട്യൂബേഴ്സ് മാത്രം പ്രസവിക്കുള്ളൂ. ഇപ്പൊ ഗർഭം കാരണം യൂട്യൂബ് നിലവാരം ഇല്ലാന്ന് ഈ ഒരു ഇതിലിടേണ്ട ആവശ്യം എന്താണ്? ഉദ്ദേശിക്കുന്നത് നമ്മൾ അതുകൊണ്ടാണ് ഈ കണ്ടന്റുകൾ ഉണ്ടാക്കുന്നത് ഇതാണ് പറയണത്, മനസ്സിലായ? അപ്പോ എന്താണ് യൂട്യൂബ് ചാനൽ ഇല്ലാത്തവരെന്താ പ്രസവിക്കാറില്ല? ഈ പറയുന്ന ആള് പെണ്ണാണെങ്കിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയില്ല. കുട്ടി ഉണ്ടായതാണെങ്കിൽ അവര് പ്രസവിക്കുന്നതല്ലേ. ഞങ്ങൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കണതുകൊണ്ട് ഞങ്ങളത് വീഡിയോ ഒക്കെ ഇടണോ, അത്രേ ഉള്ളൂ. അതെ. പിന്നെ നെക്സ്റ്റ് കേട്ടാ ലക്ഷ്മി ഉണ്ട്. അതായത് എന്തുണ്ടായാലും ആ ഉമ്മ കുഞ്ഞിനെ സ്നേഹിക്കണം, അവിടെ കാസ്റ്റ് ഒന്നും ഇല്ല. അത് ശരി തന്നെയാണ്, അതന്നെ ഞങ്ങളും പറയുന്നുള്ളൂ. നമ്മൾ എന്തൊക്കെ ഒരു സംഭവം ഉണ്ടായാലും ഞങ്ങളും ചിന്തിച്ച് കുട്ടിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ എല്ലാം ഓക്കെ ആയിരിക്കുന്നു. പക്ഷെ അതൊക്കെ നമ്മൾ വിചാരിച്ചെന്ന് മാറിപ്പോയില്ലോ, വിചാരിച്ച പോലെയൊന്നും ആയിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഇത്രേ ചിന്തിക്കുന്നുള്ളൂ, ആര് സ്നേഹിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ എന്തായാലും ഉള്ള സ്നേഹിക്കുള്ളൂ, അത്രേ ഉള്ളൂ. അവൾക്ക് അതാണ് കിട്ടേണ്ടതെങ്കിൽ അത് മാത്രം മതി. വേറെ ആരും ഞങ്ങള് പ്രതീക്ഷിക്കണില്ല, ആഗ്രഹിക്കണില്ല, ഒന്നുമില്ല. ഇത് മറ്റേ സെമീന തന്നെയാണ്ടാ. ഇജ്ജ് മൈക്ക് വെച്ച് പറയടാന്ന്. മൈക്ക് ഉണ്ട് നിങ്ങക്ക് കാണത്തിന് ഞങ്ങൾ എന്താ ചെയ്യാ? ചെറിയ മൈക്ക് ഏതാണ്ടാ, മൈക്ക് ഉണ്ട്, അപ്പൊ പേടിക്കേണ്ടതാ. ഒന്നിനും നിങ്ങളുടെ ഫോണിലെ സൗണ്ട് കൂട്ടിട്ട് കേട്ടോ, നല്ല സൗണ്ട് ഉണ്ടോ? മൈക്ക് അതിനാണ് വെച്ചിരിക്കുന്നത്. സിഗ കുഞ്ഞുമോൻ, ഇങ്ങനെയുള്ള പേരൻസിന്റെ അടുത്ത് നിന്ന് അകന്നു നിൽക്കുന്നതാണ് നല്ലത്. അമ്മമാർ എപ്പോഴും മക്കളുടെ സന്തോഷത്തിന് തന്നെ മുൻഗണന കൊടുക്കണം. അവരുടെ ജാതിയും മതവും ഒന്നും നോക്കണ്ട. നിങ്ങൾ ഹാപ്പി അല്ലേ, അത് മതി. നിങ്ങൾ പറഞ്ഞില്ലേ അനുഭവിക്കുന്നവർക്ക് അതൊക്കെ മനസ്സിലാവും എന്ന്. അതുകൊണ്ട് നെഗറ്റീവ് കമന്റ്സ് മെയിൻ ചെയ്യേണ്ട. ഇതൊക്കെ ഞങ്ങളെ പോലുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവർക്ക് മനസ്സിലാണവരാണ് ഇങ്ങനെ കമന്റ് ചെയ്യുന്നത് അല്ലേ? അതല്ലാതുള്ളവർക്ക് ഈ സംഭവം നമ്മളെന്തോ ഈ എന്താ പറയുക കുറ്റം ചെയ്ത് പിന്നെ പറഞ്ഞു നടക്കുന്ന പോലുള്ള ഇതാ തോന്നുള്ളൂ. അതല്ലാത്തവർക്കാണ് ആ അനുഭവം ആണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പം നെക്സ്റ്റ് അനീബ അല്ലേ, എല്ലാവർക്കും പണം മതി, പണം ഉണ്ടോ എല്ലാവരും ഉണ്ടാവും. നല്ല ഇഷ്ടപ്പെട്ട ഒരു കമന്റ് ആണ്, ഏറ്റവും ഉണ്ടോ. കാരണം എന്താ വെച്ചാൽ ഈ പണം എന്ന് പറയുന്ന സാധനം വല്ലാത്തൊരു സംഭവമാണ്. എല്ലാവരും ഞാൻ പറയുന്നില്ല, ചില പാരന്റ്സ് ആണെങ്കിലും ചില ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ, എല്ലാവർക്കും ഈ പണമാണ് വേണ്ടത്. അത് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാവും, ഇല്ലാന്നുണ്ടെങ്കിൽ ഒറ്റ മനുഷ്യന് കാണില്ലല്ലേ. ഞങ്ങൾ വന്ന രീതി വെച്ച് ഇപ്പോഴത്തെ ഈ ഒരു ഫീൽഡും വെച്ചിട്ട് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ പണമാണ് എല്ലാം. അത് 100% ആ കമന്റിനോട് ഞങ്ങൾ യോജിക്കുന്നു. ഇനി നെക്സ്റ്റ് ആതിര, നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ, സ്വന്തം കുടുംബകാര്യം വിളിച്ച് പറയും. ഇതിപ്പോ എല്ലാവരും തുടങ്ങിയില്ല, നാണം കെട്ടാലും യൂട്യൂബ് പൈസ ഉണ്ടാക്കണം. ഗൈസ് അങ്ങനത്തെ ഒരു ഇതാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ അവിടെ നിന്നിട്ട് ഞങ്ങൾക്ക് കുറെ ഇഷ്യൂസ് ഉണ്ട്. ഞങ്ങളെല്ലാം ഒന്ന് യൂട്യൂബിൽ ഇട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കണ്ടന്റ് ആക്കിയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഈ വീഡിയോ ആണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാമായിരുന്നു. പൈസ നമ്മളുടെ ഒരു ഇതിന് ആവശ്യമാണ്, പക്ഷെ ഞങ്ങൾ അതിനു വേണ്ടിയിട്ടൊന്നും ചെയ്തു കൂട്ടി ചെയ്യാറില്ല. ഞങ്ങളുടെ എന്താണോ
വൃത്തിക്ക് അതന്നെ ചെയ്യാറുള്ളൂ. അതിൽ ഓരോ സംഭവങ്ങൾ വരുന്ന സമയത്ത് ഇപ്പം ഞങ്ങൾ ഡേ ടു ഡേ ഓരോ വീഡിയോ ഇട്ട് പോണ സമയത്ത് എല്ലാവർക്കും ഉണ്ടാവും ക്വസ്റ്റ്യൻസ്. കാരണം വാവച്ചിൻ്റെ വീട്ടുകാർ കാണും, എൻ്റെ വീട്ടുകാർ കാണാത്തതുകൊണ്ട് അത് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിന് ഞങ്ങൾക്ക് റീപ്ലൈ കൊടുത്തേ പറ്റും. അതുകൊണ്ട് നമ്മളത് പറയണു. ബാക്കി എല്ലാ ഇഷ്യൂസും ഞങ്ങൾ എടുത്തിട്ടുന്നില്ല അല്ലേ വാവേ? അത്രേ ഉള്ളൂ. മുർഷിദ മുർഷിന ബെസ്റ്റ് മോൻ, താങ്ക് യു. പിന്നെ എന്താണ് ഫർഹത്ത് ഫറൂഖ് ഇല്ല വാവേ. ഇത് വന്നിട്ട് കൊറേ കമന്റ്സ് ഉണ്ട്. എന്ത് ഒരു വാവ, ഒരു ബേബി, ഈ വാവച്ചിന്നാരാ പേരിട്ട്, ഈ ബേബിന്നാരാ പേരിട്ട്, ലേ വാവേ ലേ വാവേ പറഞ്ഞിട്ട് കൊറേ കമന്റ്സ് ഞങ്ങൾ എല്ലാ വീഡിയോ ഇടുമ്പോഴും അതിലാണ് കൂടുതൽ. അതായത് ഫസ്റ്റ് തന്നെ പറയാ, വാവച്ചി എന്നെ ബേബിന്നും ഞാൻ വാവച്ചി ഞങ്ങൾ തന്നെ പേരിട്ടത്. അതിൽ വന്നിട്ട് ഇപ്പൊ നമ്മൾ നോർമലി ഞാനൊരിത് പറഞ്ഞത്, നമ്മളിപ്പോ ആരാണെങ്കിലും ഒരാൾ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമ്മളൊരു ഇതിന് വേണ്ടിയിട്ട് അവരുടെ അടുത്ത് അല്ലേ അങ്ങനെ അല്ലേ എന്ന് ചോദിക്കും. അത് ഞങ്ങൾ ഓരോരോ ലാംഗ്വേജിനനുസരിച്ച് ഇപ്പൊ ഞങ്ങളുടെ ഭാഷ ഇങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെ പറയുള്ളൂ, ഓരോ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പൊ ഞങ്ങൾക്ക് അത് കുഴപ്പമില്ല, നമ്മൾ അവർ ഏറ്റുപിടുത്തത്തിന് വേണ്ടി പറയുന്നതാണ്. അത് പക്ഷെ ഫണ്ണി ആയിട്ട് ചോദിക്കുന്നവരുണ്ട്. ഞങ്ങൾ അതിനനുസരിച്ച് ചില ആൾക്കാര് കളിയാക്കിയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ ഈ ബേബി എന്നുള്ളതും അതുപോലെ വാവച്ചി എന്നുള്ളതും ഞങ്ങൾക്ക് വിളിക്കാനുള്ള ഒരു പേരാണ്. ഞങ്ങൾക്ക് അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതിപ്പോ നിങ്ങൾ അതിന് തട്ടി കളിക്കേണ്ട ആവശ്യമൊന്നും അത്രേ ഉള്ളൂ. പിന്നെ മായ മാളൂസ്, ആ കുട്ടിക്ക് ഒരു ചെറിയ ഡൗട്ട് കേട്ടാ. അതായത് ചേച്ചി ഉമ്മ മുസ്ലിംസ് അല്ലേ വിളിക്കുന്നത്, എനിക്കറിയാത്തതുകൊണ്ട് ചോദിച്ചു. ഞാൻ ആദ്യമായിട്ട് വീഡിയോ കാണുന്നത്, നിങ്ങൾ ഹിന്ദു അല്ലേ, അതായത് വാവച്ചി ഹിന്ദു അല്ല, അപ്പം എന്നാ ഉമ്മ എന്ന് വിളിക്കുന്നുള്ള രീതിയിലാണ് പറയണത്. അപ്പോൾ അത് ഇപ്പം ഞാൻ ഉമ്മ എന്നാണല്ലോ വിളിക്കുക. ആ ഒരു രീതിയിൽ വരുമ്പോൾ അത് വാവച്ചി അങ്ങനെ തന്നെയല്ലേ വിളിക്കുക. അത്രയേ ഉള്ളൂ. അത് വലിയ ഡൗട്ടൊന്നും അടിക്കാനൊന്നും ഇല്ല. അത് ക്ലിയർ ചെയ്ത് കൊടുത്താണ് ആ കുട്ടി കേട്ടാ. പിന്നെ എന്താണ് സഹർബാനു, വാവച്ചിക്ക് അറിയാമല്ലോ ഉമ്മാൻ്റെ ഒരു വേദന. സത്യമായിട്ടും അറിയാം, വാവച്ചിക്ക് അറിയാം. വാവച്ചി അതുകൊണ്ട് തന്നെയാണ് എൻ്റെ അടുത്ത് എന്ത് സംഭവം ഉണ്ടാവുന്ന സമയത്ത്, കഴിഞ്ഞ വീഡിയോ ഫുള്ളായി കണ്ടവർക്ക് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ, എന്ത് സംഭവം ഉണ്ടാവുന്ന സമയത്ത് എൻ്റെ അടുത്ത് സ്റ്റാർട്ടിങ് തൊട്ടേ അത് നമ്മൾ സ്നേഹിക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട്, അവരിന് വേദനിപ്പിച്ചിട്ട് അതന്നെ ഞാൻ പറയാൻ വന്നത്. അതായത് വാവച്ചി എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഫസ്റ്റ് മൂലം പറയാറുണ്ട്, അത് കഴിഞ്ഞിട്ട് ഇഷ്യൂസ് ഉള്ളപ്പോഴും പറയാറുണ്ട്, ഇപ്പോഴും പറയാറുണ്ട്. വിളിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് എടുക്ക്, സംസാരിക്കാതിരിക്കേണ്ട. അത് ആ വേദന അറിയുന്നത് കൊണ്ടാണല്ലോ. അപ്പൊ അത് അങ്ങനെ ഇല്ലാന്ന് ആരും വിചാരിക്കരുത്, അതെല്ലാം നമുക്ക് മനസ്സിലാവും. നെക്സ്റ്റ് സ്നേഹ പ്രദീപ്, ഈ കാലത്തും ജാതിയും മതവും നോക്കുന്ന ആളുകളുണ്ടോ? ഇഷ്ടം പോലെ. സത്യം കൂടുതൽ അതായിരിക്കും. ഇതിപ്പോ നമ്മള് അതില് ചിലപ്പോ ഒരു 10% ഒക്കെ ചിലപ്പോ അല്ല. നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയത്തുണ്ടല്ലോ, ഞങ്ങൾ വീഡിയോസ് ഞങ്ങൾ കിട്ടപ്പോ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ മതത്തിന്റെ കാര്യത്തിൽ കുറെ ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഏകദേശം ഇത്രയും ഒരു ഇതായ സമയത്ത് ഞങ്ങൾ വിചാരിച്ചു കുറെയൊക്കെ അത് കുറഞ്ഞു വന്നു. പിന്നെ ഈ വീഡിയോ ഇട്ടപ്പോ പിന്നെയും മനസ്സിലായി അങ്ങനെയൊന്നും കൂടുതൽ ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പക്ഷെ കുറെയൊക്കെ വ്യത്യാസമുണ്ട്. എന്നാലും ആൾക്കാരുടെ മെന്റാലിറ്റി കുറെ അതൊന്നും ഒരിക്കലും മാറാൻ പോകില്ല. എങ്ങനെയാണെങ്കിൽ എത്ര വർഷം എടുത്താലും എന്തായാലും എങ്ങനെയുള്ള ആൾക്കാർ എന്തായാലും ഉണ്ടാവും. അതെ. പിന്നെ അടുത്തിട്ടാ സൗമ്യ കൊണ്ടൊരു കുട്ടി, മനസ്സിലാവുന്നുണ്ട് ഉമ്മാക്ക് ആരോഗ്യം ഉള്ളത് വരെ ഇങ്ങനെ പോട്ടെ, ഇപ്പം നിങ്ങൾ വിട്ടു നിന്നോളൂ, അതാണ് നിങ്ങൾക്കും അവർക്കും നല്ലത്. അതന്നെയാണ് നല്ലൊരു കമന്റാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അത്രയും ചിന്തിക്കുന്നുള്ളൂ. ഞങ്ങൾ കാരണം അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ട, അവർ കാരണം നമുക്കൊരു ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് ഞങ്ങളും പറയുന്നു, അത്രേ ഉള്ളൂ. അതിലിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അതായത് ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് ഗൈസ്. നമ്മളിപ്പോൾ എന്തൊരു കാര്യം പറയുമ്പോൾ അതിന് പോസിറ്റീവ് നെഗറ്റീവ് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ നെഗറ്റീവ് പറയുന്നതിന് മുമ്പ് ഒന്ന് ഇരുന്ന് ചിന്തിച്ചിട്ട് നെഗറ്റീവ് ഇടുക. അതായത് നമുക്ക് വിട്ടുമാറി നിൽക്കണം അങ്ങനെയുള്ള മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതാണ് നല്ലതെന്ന് തോന്നിയതുകൊണ്ട് അതായത് ഞാനിത് പറഞ്ഞത്, നമ്മളിപ്പോൾ ഒരു ഫാമിലിയിൽ ഒരു ഏട്ടൻ അനിയൻ അങ്ങനെ എല്ലാവരും കൂടി ഉണ്ടെന്ന് വെച്ചോ, നമ്മൾ ആ ഒരു വീട്ടിൽ നിന്ന് ഒരാള് മുന്നേ അറിഞ്ഞ് മാറി നിൽക്കണേ ആ ബന്ധം എപ്പോഴും നിലനിന്ന് പോകും. ഇല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ എന്നും അടിയാവും. പിന്നെ അവര് കണ്ടു കഴിഞ്ഞാൽ പോലും മിണ്ടാത്തൊരവസ്ഥയിൽ പോകും. എന്തോ ഞങ്ങൾക്ക് ആ ഒരു ഇത് മാത്രം ഇല്ല. അതെ, എല്ലാം ചിന്തിച്ചത് കൊണ്ട് ഞങ്ങൾ അതിനനുസരിച്ച് നിന്നു മാത്രം. ഇനി നെക്സ്റ്റ് ഫർസാനാട്ടാ, വാവച്ചി പറയുന്നതേ ചേട്ടൻ കേൾക്കൊണ്ടൊരു ചിരി. ഗൈസ് ഞാനൊരു കാര്യം പറയട്ടെ, അടിമയാ. അത് ഞാൻ ഒരു ഇത് പറഞ്ഞുതരാം. ഇപ്പം നോർമൽ ഞങ്ങളുടെ ലൈഫിൽ ഓരോ കാര്യങ്ങളും ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് കൊണ്ട് തീരുമാനിച്ചിട്ട് ചെയ്യുക. അതിൽ ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ വായിച്ച് അങ്ങനെയല്ല എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറയുമ്പോൾ അതെനിക്ക് ഇതുവരെ തെറ്റായിട്ട് തോന്നിയിട്ടില്ല. വായിച്ച് ഇതുവരെ എന്താണ് ഒരു നശിപ്പിക്കണം എന്നുള്ള രീതിയിൽ ഒരു കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല. എനിക്കെല്ലാം വായിച്ച് പറയണത് കറക്റ്റാണെന്ന് തോന്നിയിട്ടുള്ളൂ. ഞാൻ വായിച്ച് അതുകൊണ്ട് ഞാൻ എന്താ പറയുക, വായിച്ച് പറയണത് കേൾക്കണില്ല, എന്താ തെറ്റ്. അപ്പം അത് നിങ്ങളുടെ വീട്ടിലൊക്കെ നിങ്ങളുടെ ഹസ്ബൻഡ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന വാക്കിനൊരു വിലയെടുക്കണുണ്ടാവില്ല. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. ഞാൻ എന്താ പറയുക, വാവച്ചി പെണ്ണല്ലേ ഞാനാണല്ലേ, എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഒരു വാവച്ചി പറയണ നല്ലൊരു അഭിപ്രായമാണ്, ഞാനത് സ്വീകരിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് പറയുന്നത് കേൾക്കുക. ഞാൻ ബേബിന്റെ അടിമയും അതുപോലെ ബേബി എന്റെ അടിമയും അങ്ങനെയൊന്നും അല്ല ഞങ്ങൾ പോണത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ലൈഫും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് പോണതില്ലേ. അപ്പൊ
ചേച്ചി കുറച്ച് കടിയെ കുറച്ച് കുറയ്ക്ക്. ചേച്ചിയില്ല, താത്തയായിരുന്നു ഫർസാന. കൂടുതൽ താത്തന്മാരാണല്ലോ. താത്തമാർക്കാണ് കുറച്ച് കടി കൂടുതൽ. നീ ഷാന. അല്ല വാവേ, അവസ്ഥ കഷ്ടം തന്നെ നിങ്ങളുടെ കാര്യം. സ്വന്തം ഉമ്മാനല്ലേ ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ട് നാണം കെടുത്തുന്നതെന്ന്. ഞങ്ങൾ എപ്പോഴെങ്കിലും ഈ ഫോട്ടോ എന്തെങ്കിലും ഇട്ടിട്ട് വേറെ എന്തെങ്കിലും ഈ കാണുന്ന ആൾക്കാർക്ക് ബേബി ഉമ്മാന്ന് പറയല്ലാണ്ട് ആ ഒരു വ്യക്തിനെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും ഞങ്ങൾ എപ്പോഴും പറയുന്നുണ്ട് പേഴ്സണലായിട്ട് വെക്കേണ്ടത് ഞങ്ങൾ പേഴ്സണലായി വെക്കണം. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ എടുത്ത് ഇട്ടിട്ടുണ്ടാ ഇല്ല. അപ്പൊ എന്താ ഈ ഇട്ട് നാണം കെടുത്തുന്നത് പറയുന്നത് അറിയില്ല. ഞങ്ങളുടെ അനുഭവം പറയണ്ടല്ലോ. ഞങ്ങൾ മാക്സിമം കുറേ കാര്യങ്ങൾ ഞങ്ങൾ പേഴ്സണലാക്കിട്ട് വെച്ചിട്ട് തന്നെയാണ് കുറച്ച് കാര്യങ്ങൾ പുറത്തെടുത്ത് ഇട്ടത്. ഇല്ലേ, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ഉമ്മറ. ശരി, നിങ്ങൾ ആ സ്ഥാനത്ത് എത്തുമ്പോഴേ ഓരോ വില മനസ്സിലാവും. അതായത് അവരുടെ വില മനസ്സിലാവുന്നതാണ്. നമ്മൾ ഏത് സ്ഥാനത്തും എത്തേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലപോലെ നിന്ന് എല്ലാവരുടെയും വില എല്ലാവർക്കും അറിയാം. അതെ. ഇപ്പൊ ഞാനൊരു ഇത് പറഞ്ഞുതരാം. ഇപ്പൊ ചിങ്കുടുവിന്റെ ബേസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ചിങ്കുടുവിനെ ഞങ്ങൾ വളർത്തി വലുതാക്കി ചിങ്കുടുവിന്റെ ഒരു ഇതാവുന്ന സമയത്ത് ചിങ്കുടു വേറെ ഒരു മാരേജ് കഴിഞ്ഞ് പോകും. ഞങ്ങൾ ആ ഒരു ടൈം വരെ ചിങ്കുടുവിന്റെ അടുത്ത് എങ്ങനെയാണോ നിൽക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും ചിങ്കുടു ഞങ്ങളുടെ അടുത്ത് നിൽക്കുക. ഞങ്ങൾ നല്ല രീതിക്ക് എല്ലാം വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇത്ര കാലം നോക്കിയതല്ലേ, അല്ലെങ്കിൽ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ഇതായതല്ലേ എന്നൊന്നും പറയണതിന് ഒരു പ്രസക്തി ഇല്ല. നമ്മൾ അവരുടെ അടുത്ത് നേരെ നിന്നില്ല എന്നുണ്ടെങ്കിൽ അവര് നമ്മൾക്ക് തിരിച്ചങ്ങനെ തന്നെ തരുള്ളൂ. അപ്പൊ അത്ര ചിന്തിച്ചാൽ മതി ഗൈസ്. റിയ. ഇല്ല വാവേ ഇങ്ങനെ ഒരു മൊയന്ത്. ഇല്ല വാവേ നീയാണ് മൊയന്ത്. റബീന സക്കീർ. ഇതുപോലെ നിങ്ങളെ എത്ര തവണ പാവം ഉമ്മ വിളിച്ചു കാണും വാവേന്ന്. ഇഷ്ടം പോലെ വാവയെ വിളിച്ചിട്ടുണ്ടാവും, എല്ലാം വിളിച്ചിട്ടുണ്ടാവും. അത് അതിനൊന്നും ഞങ്ങളൊന്നും പറയുന്നില്ല. ഞങ്ങൾ ഈ റീസെൻ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഉണ്ടായ സംഭവങ്ങൾ ഞങ്ങളൊരു സംഭവം ഇങ്ങനെ പറഞ്ഞു. അതിൽ ഞങ്ങൾ ആരും നാണം കെടുത്തണമെന്നും വിചാരിച്ചിട്ടില്ല. ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞല്ലോ. അത്രേ ഉള്ളൂ. ആരാണെങ്കിലും ഞങ്ങൾ പറയും. ഫോൺ ഓവർ ഹീറ്റ് ആയിട്ടില്ല, ഇടയിൽ ഓഫായി, ഞങ്ങൾ ശ്രദ്ധിച്ചില്ലല്ലോ. അപ്പൊ നെക്സ്റ്റ് കിട്ടാ സൗമ്യ. ഉമ്മാനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടാ, പള്ളിക്കാരെയും കുറിച്ച് നിനക്കറിയില്ലേ, മുസ്ലിം മതത്തിൽ എങ്ങനെയാന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ്. അപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്ത് പള്ളിക്കാരനെ കുറിച്ച് അറിയില്ലേ എന്ന് ചോദിക്കും. നമ്മൾക്ക് ഇപ്പോൾ മതപ്രകാരം നമ്മൾ ഓരോരുത്തർ ആചരിച്ച് പോണ സമയത്ത് ഓക്കെ പള്ളി അതൊക്കെ നോക്കിയിട്ട് നടന്നോട്ടെ. അതല്ലാണ്ട് നമ്മുടെ ഡെയിലി ലൈഫ് ചിലവും കാര്യങ്ങളൊന്നും അവരൊന്നുമല്ലല്ലോ എടുക്കണത്. അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ നമുക്കായിട്ട് തീരുമാനിക്കാനുണ്ട്. അവരുടെ ഇതിന് വേണ്ടിയിട്ട് നമ്മളെ തീരുമാനങ്ങൾ അവർക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ അല്ലേ അവ. അപ്പോൾ പള്ളിക്കാരനെ കുറിച്ച് പറയണ അതൊന്നും വലിയ കാര്യമില്ല. അതൊക്കെ പിന്നെ അതൊക്കെ നോക്കി മൂപ്പര് പള്ളിയും പള്ളിക്കാരനെയും അതുപോലെ ഈ എന്താ പറയാ കുടുംബക്കാര് അവനെയൊക്കെ നോക്കി ജീവിക്കുകയാണ് എന്നുള്ളൊരു ബേസ് ആയതുകൊണ്ടാണല്ലോ ഞങ്ങൾ ആ ഒരു വഴിക്ക് വിട്ടത്. അതെ, അവരവരുടെ രീതിക്ക് പൊയ്ക്കോട്ടെ എന്നുകൊണ്ട് വിട്ടു, അത്രേ ഉള്ളൂ. പിന്നെ ഈ പള്ളിക്കാരൻ്റെ ഇതിൽ പറയാന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ അത്ത മരിച്ചതിന് ശേഷം ഉമ്മാൻ ഈ പള്ളിക്കാരൊന്നും അല്ലല്ലോ നോക്കിയത്. അപ്പൊ അതൊന്നും പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ ഈ നെക്സ്റ്റ് ഫാത്തിമ സൂറ. അതായത് മോൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് ഫോട്ടോ എടുക്കാൻ നിൽക്കാതെ സാധാരണ പോലെ അല്ലല്ലോ. അപ്പോൾ ഏത് ഉമ്മയ്ക്കും മടിയുണ്ടാവുന്നു. എന്ത് സാധാരണ പോലെ അല്ലല്ലോ എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവണില്ല. വായിച്ച് ഓൾറെഡി ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല എന്നല്ലോ അവ ശരിയായതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ബർത്ത്ഡേക്ക് ഫോട്ടോ എടുക്കാൻ വരാൻ അതിലൊരു ഇത് കാണിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഇപ്പോൾ വീഡിയോ ഇടുന്നതിന് താല്പര്യമില്ല പറഞ്ഞാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇടില്ല. അപ്പം അത്രയേ ഉള്ളൂ. അതിലൊന്നും വലിയ കാര്യമില്ല. ഇതൊക്കെ എന്താ പറയുക, ഒരു മോൻ്റെ ഒരു മോൻ്റെ കല്യാണത്തിനായാലും ഇപ്പൊ അതുപോലെ തന്നെ കുട്ടിന്റെ പരിപാടിക്കായാലും വന്നൊരു ഫോട്ടോ എടുക്കാത്തുള്ളൂ. അതെ, അത് ഭാവിച്ച് പറഞ്ഞാൽ നന്നായി. ഞാനൊരു സംഭവം കഴിഞ്ഞ വീഡിയോയിൽ വിട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് എന്താ പറയാ, ഇപ്പൊ എന്റെ അത്ത മരിച്ച സമയത്ത് എന്റെ അത്തന്റെ അനിയൻ തന്നെയാണ്, മൂപ്പന്റെ പേരും കാര്യങ്ങളൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല. അപ്പം മരിച്ച സമയത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് ആകെ ഒരാളാണ് വന്നിട്ട് നീ മറ്റേ സങ്കടപ്പെടേണ്ട, ഞാനുണ്ട്, നീ എന്തുണ്ടെങ്കിലും വാ എന്നൊക്കെ പണ്ട് സംസാരിച്ച ഒരേ ഒരാളാണ്. വാവച്ചിക്കും അറിയാം. ഈ പറയും മൂപ്പർക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ മൂപ്പർക്ക് അത് മനസ്സിലാവും. അപ്പോൾ ആളുടെ മോളുടെ എൻഗേജ്മെന്റിന് ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ മനസ്സറിഞ്ഞിട്ട് തന്നെ ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു. വാവിച്ചും പറഞ്ഞു പോകുന്നതുകൊണ്ട് ഞങ്ങൾ പോയി. അപ്പോൾ ഉമ്മ ഓൾറെഡി അതിന് മുമ്പേ ഞങ്ങൾ പോണതിന് മുമ്പേ അവിടെ എത്തിയിട്ടുണ്ട്. കുറച്ച് ലോങ് ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടുന്ന് അവിടെ എത്തുന്ന സമയത്ത് തന്നെ എത്ര പ്രാവശ്യം ഉമ്മ വിളിച്ചിട്ടുണ്ടാവും അറിയോ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. അത് ബേബിനോടുള്ള സ്നേഹം കൊണ്ടില്ല. അവിടേക്ക് ഞങ്ങൾ അവിടെ എത്താൻ വേണ്ടിയിട്ട് ഇത്രയും ടൈം വിളിക്കണം എന്നുണ്ടെങ്കിൽ സ്വന്തം മോൻ്റെ കുട്ടിൻ്റെ കാര്യത്തിന് അവർ നിൽക്കണോ വേണ്ടേ? അത് നിങ്ങൾ തന്നെ അതിന് ഉത്തരം പറ. അപ്പൊ അതിനൊക്കെ കാണിക്കുന്ന ഒരു അവര് പറയും മോനോട് നല്ല സ്നേഹം വരുമ്പോ എന്തെങ്കിലും പറയില്ല, ഞാൻ എന്റെ വായിന്ന് പറഞ്ഞിക്ക് വരുന്നുണ്ട്. അപ്പൊ അതാണ്. അപ്പൊ സ്വന്തം മോന്റെ കാര്യത്തിൽ അത് കാണിക്കാതിരിക്കുമ്പോ എനിക്കും സങ്കടം ഉണ്ടാവും. ഈ ഉമ്മമാർക്കും അമ്മമാർക്കും മാത്രമല്ല മക്കൾക്കും സങ്കടം ഉണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കണം ഫസ്റ്റ്. നെക്സ്റ്റ് എന്താണ്,
എന്താണ് ലിസ്യു വ്ളോഗാ എന്തോ ഒരു ഇത് കേട്ടോ, ലിസസ് വ്ളോഗ് എന്തോ ആണ്. ഉമ്മയാണെങ്കിലും തെറ്റ് തന്നെയാണ്, സൂപ്പർ വീഡിയോ, നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതായത് അവർ പറയുന്നത് അവരുമാണെങ്കിൽ അങ്ങനെയുള്ള അനുഭവങ്ങളുള്ളവരായിരിക്കാം. ഉമ്മാനെ അടിച്ചമർത്തണം കൊണ്ട് പറയുന്നതായിരിക്കില്ല, അവർ നോർമലി നമ്മൾ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് പറയുന്നതായിരിക്കാം. നെക്സ്റ്റ് ജസീറ മഹീൻ, ഇത് ഒരു കമൻറ്റിനുള്ള മറുപടി കൊടുത്തേ പറ്റൂ. അതായത് ഇവരൊക്കെ പ്രഗ്നൻ്റ് ആകുന്നത് ഒരു വർഷത്തേക്കുള്ള കണ്ടന്റിനാണെന്ന് തോന്നിപ്പോകുന്നത്. അപ്പോൾ എൻ്റെ ജസീറ മോളെ നിങ്ങൾ ചോദിക്കാനുള്ളത് എന്താ പറയുക, ഇപ്പോൾ പ്രഗ്നൻ്റ് ആയി ഡെലിവറി ഞാനൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടീനെ നീയാണ് വീട്ടിൽ വന്ന് നോക്കുന്നത്. ഇപ്പോൾ ചിങ്ങടുവിനെ എന്താ പറയുക ഡെലിവറി ആയി, ഭാവിച്ചിൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ചിങ്ങടു ഇത്രയായി. അപ്പോൾ ചിങ്ങടിന് ഇത്രയും കാലം നോക്കണത് നീയല്ലേ, ഞങ്ങളല്ലേ. അപ്പോൾ ഞങ്ങൾക്കറിയാമല്ലോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളെ നോക്കണമെന്ന്. അപ്പോൾ കണ്ടന്റിന് വേണ്ടിയിട്ട് എന്ന് പറയുന്ന സമയത്ത് അതിലൊന്നും വലിയ പ്രസക്തിയില്ല. ഇപ്പോൾ നോർമലി യൂട്യൂബ് വീഡിയോസും ഞങ്ങൾ എടുക്കാത്ത ആൾക്കാരും പ്രസവിക്കുന്നുണ്ട്. അപ്പോൾ എന്താ അവർ കണ്ടന്റിന് വേണ്ടിയിട്ടാണ് പ്രസവിക്കുന്നത്. പിന്നെ ഡെയിലി വേറെ വീഡിയോസ് ഇടുന്നവർ എല്ലാവരും ഉണ്ട്. പക്ഷെ ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻ ആണ്. എല്ലാവരുടെയും ലൈഫ് ഒന്നും. ഇപ്പം ഞങ്ങളുടെ ലൈഫ് ഇങ്ങനെയാണ്, ഈ പറഞ്ഞ നിന്റെ ലൈഫ് അങ്ങനെയാണ്. അല്ലല്ലോ. അപ്പം അതൊക്കെ ചിന്തിക്കുക. നെമ്മ ഫിലിപ്പ് കൊണ്ടൊരു അക്കൗണ്ട് വന്നിട്ടാ, അത് വിഷമിക്കേണ്ട, ദിവ്യയുടെ ഫാമിലി സപ്പോർട്ട് ഉണ്ടല്ലോ, സന്തോഷമായി ആയിട്ടിരിക്കും എന്ന് പറഞ്ഞിട്ട്. ശരിയാണ്, അവർ ഫസ്റ്റ് മുതൽ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ അവരിപ്പോഴും, അവരുടെ ചേഞ്ചിങ് കാര്യമൊന്നുമില്ല. അവരിപ്പോഴും അവരുടെ പണി എടുത്ത് പറയാം, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. കാരണം ഫസ്റ്റ് മുതലേ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടും കാര്യങ്ങളും. അതായത് എങ്ങനെ വെച്ചാല് അതിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങളും കാര്യങ്ങളും തോന്നുന്നുണ്ട്, അതൊന്നുമില്ല. പേരൻസ് ആയിട്ട് തന്നെ നിക്കണല്ലേ, അത്രേ ഉള്ളൂ. അപ്പോ അത് എന്താ പറയാ, അതിപ്പോഴും അതുപോലെ പോണ്ട, ഇനി അതുപോലെ തന്നെ പോട്ടെ അല്ലോ. ഇനി എന്താണ് അഞ്ജന ലലൽ, ഇതിപ്പോൾ ഒരു ട്രെൻഡ് ആയല്ലോ, വീട്ടുകാരുടെ കുറ്റം പറഞ്ഞ് യൂട്യൂബിൽ വന്ന് പറയുക, നാട്ടുകാരെ അറിയിക്കുക. ഇപ്പം എന്തായാലും നാട്ടുകാരുടെ ഒരു ആവശ്യമില്ല, ഉള്ളവർ തന്നെ വീട്ടിലുള്ള കാര്യങ്ങൾ അങ്ങാടിയിൽ പാട്ടാക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ മാറ്റർ ആണോ പബ്ലിക് മാറ്റർ ആണോ? ഒന്ന്, ഞങ്ങൾ ഈ നാട്ടുകാരിനൊന്നും ഞങ്ങൾ നോക്കില്ല. അതെ, സത്യം. പിന്നെ വന്നിട്ട് ഈ എന്താ പറഞ്ഞ ബേബി, അങ്ങാടി പാട്ടാക്കണ്ട. ഇത് ഞങ്ങള് പാട്ടാക്കിയതിനേക്കാളും മുമ്പേ, അതായത് ഉമ്മ ഓൾറെഡി കുറെ പേരുടെ അടുത്ത് ഇത് പറയുന്നുണ്ട്. കാരണം നമ്മൾ പുറത്ത് വെച്ച് കാണുന്ന സമയത്ത് എനിക്കും അറിയുന്ന ആൾക്കാരാണല്ലോ, അവര് പറയുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അങ്ങനെ പറയുന്നുണ്ടല്ലോ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പിന്നെ എന്താ പറയാ, ഞങ്ങൾ പിന്നെ എല്ലാ പേഴ്സണൽ അവര് പറയുന്ന കാര്യങ്ങൾ പോലും പേഴ്സണലായിട്ട് ഞങ്ങൾ എടുത്തിട്ടില്ല. ഒരാൾ വന്ന് ബേബിനെ കുറിച്ചിട്ട് ഉമ്മ എങ്ങനെയാണ് എന്താണ് വേണ്ടി ചോദിക്കുകയാണെങ്കിലും ബേബി പറയില്ല കുഴപ്പമില്ല, ഞങ്ങൾ നല്ലപോലെ ഇഷ്യൂ ഉണ്ടെങ്കിലും ഇല്ല കുഴപ്പമില്ല, ഇപ്പൊ നല്ലപോലെ പോണെന്ന് പറയും. പക്ഷെ മൂപ്പന്റെ അടുത്ത് ആരെയും വന്ന് ചോദിച്ചാൽ പക്ഷെ അങ്ങനെയല്ല പറയും. അതെ, അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, അതിലൊന്നും കാര്യമില്ല ഗൈസ്. ഞങ്ങൾ ഇപ്പോഴും പറയാം കുറ്റമല്ല, ഞങ്ങൾ കാര്യം ഞങ്ങളുടെ അനുഭവം പറയണു. സാബിറ, അയ്യോ ഇവനക്ക് സ്വന്തം അഭിപ്രായം ഇല്ലേ, എല്ലാം വാവിച്ച് പറയുന്നു. ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാനും പറയുന്നുണ്ട്, വാവിച്ചിക്ക് പറയാനുള്ള കാര്യങ്ങൾ വാവിച്ചും പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാനും മിണ്ടാതിരുന്നിട്ട് എന്ത് എന്താണത് അവതാറല്ല എന്താ പറഞ്ഞൊന്നും പറയില്ലേ, ഓർമ്മയില്ല, എനിക്കത് ഓർമ്മയില്ല, എന്തേ പറഞ്ഞിട്ടുണ്ടാവും ഞാന്. അല്ലടാ, എന്നിട്ട് ഓരോരോ സ്ഥലങ്ങളിൽ വെച്ചിട്ട് ഏന്റെ പുതിയ സംഭവം വന്നിട്ടുണ്ടല്ലോ, ഞാൻ ആണ് ശരിയാണ്. അല്ല, അപ്പോ ഞാൻ പറയണത് ഞങ്ങൾ രണ്ടുപേരും അനുഭവിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കണം. അപ്പൊ രണ്ടാൾക്കും പറയാനുള്ള കാര്യങ്ങൾ ഒന്നാണ്. അപ്പൊ വാവിച്ച് പറയുന്ന സമയത്ത് ഞാനത് വാവിച്ച് പറയാനുള്ള ഒരു സ്പേസ് കൊടുക്കുന്നു, വാവിച്ച് അതുപോലെ ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പൊ എന്താണ് ആ കുട്ടിന്റെ കണ്ണില് ഞാൻ വാവിച്ചും ബേബിയായി. അതെ, ആണ് ഞാൻ. ഇനി അലീന ഹരീഷ് ഇട്ടാ, ഒരു വാവയില്ലാന്നേ ഉള്ളൂ, ഇതേ സെയിം അവസ്ഥയാ ചേച്ചി എനിക്കും. ഞാനിപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുക, കല്യാണം കഴിഞ്ഞിട്ട് 2 ഇയർ ആയി. ജാതി മതവും ഞാൻ വലിയ ഒരു എന്താ പറയുക ശത്രുവിനെ പോലെ അവർക്ക്, അതായത് ജാതി മതത്തിൻ്റെയും ബേസിൽ അവരുടെ ആ കുട്ടീൻ്റെ ഇതുപോലെ അവസ്ഥയായിട്ട് അവർക്ക് ആ കുട്ടീനെ വലിയ ശത്രുവായിട്ട് കാണുന്ന മതത്തിൻ്റെ പേരിൽ അല്ലേ. അപ്പം അതാണ് പറഞ്ഞത്, അനുഭവിക്കുന്നവർ കുറേ പേരുണ്ട്, അവർക്ക് മാത്രം അത് മനസ്സിലാവൂ. ഇനി നെക്സ്റ്റ് സൗമ്യ, ആ സൗമ്യനെ തോന്നുന്നു മുസ്ലിം ഹിന്ദു അല്ലേ, അവർക്ക് അങ്ങനെ തോന്നുന്നു വരും. കെട്ടിയ പെണ്ണിനെ തനിച്ചാക്കാതെ എല്ലാം ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് ബ്രോയ്ക്ക് എന്താണ് ലൗച്ചിന് ഒരു തംസവും. വിശ്വസിച്ച് വന്ന പെണ്ണിനെ കൈവിടരുത്. ഉമ്മാക്ക് ദിയെ കണ്ടുകൂടാഞ്ഞുണ്ടെങ്കിൽ അവിടെ പോകണ്ട, ബ്രോ മാത്രം പോയി വന്നാൽ മതി. ഒപ്പം പോയി ഇൻസൾട്ട് ആകുന്നതിലും ആവശ്യമില്ല, അമ്മയും കുട്ടിയും നല്ലത് പറ്റേ. അതായത് പറയണേ ഞാൻ മാത്രം പോയാൽ മതി, വാവച്ചിന് ഇതായില്ല എന്നുണ്ടെങ്കിൽ വാവച്ചി വരുന്നത്. ഞങ്ങൾ ഫസ്റ്റേ പറയാം, അതായത് വാവച്ചിനെ ഉമ്മ വീട്ടിലേക്ക് വിളിക്കായികയൊന്നുമില്ല, അത്തമ്മച്ചതിന് ശേഷം വിളിച്ചതാണ്, പോയതാണ്, എല്ലാം ആണ്.
ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ ചെയ്തൊരു തെറ്റ്, ഞാൻ വാവച്ചിനെ കൂട്ടാതെ ഞാൻ ഒറ്റയ്ക്ക് പോയി. അവർ വരണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോയി. അത് ഞാൻ എന്താ പറയുക, ഇപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റായിട്ട് ഞാൻ കാണുന്നു. അതങ്ങനെ ചെയ്തതാണ് അവർക്ക് ഏറ്റവും എളുപ്പമായത്. ഞങ്ങളുടെ ഇടയിലും ഒരു ഇതായി കിടന്നു. അതെ, പിന്നെ ശരിയായി, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഫർസാന, ഉമ്മയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ ഉമ്മയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഇങ്ങനെ പ്രതികരിക്കൂ. എങ്ങനെ പ്രതികരിക്കൂ, അതെന്താന്ന് പോലും അറിയുന്നില്ല. പറയുള്ളൂ. അമീന ഫാസ് നന്ദുവാണ് കേട്ടാ. ഉമ്മ ചെറുപ്പം തൊട്ട് മകനിക്ക് വേണ്ടി കുറെ സന്തോഷങ്ങൾ മാറ്റി വെച്ച് കാണും. മൊത്തം എടുത്തില്ല കൈസ്, എന്നാലും പറഞ്ഞ മാറ്റി വെച്ച് കാണും. നമ്മളുടെ വളർത്തിയപ്പോൾ നമ്മൾ കല്യാണത്തിന് ലൈഫ് ഉമ്മാന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ നോക്കണമായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെയെന്ന് പറഞ്ഞിട്ടാണ് കമന്റ്. കുറച്ചെന്തോ ഉള്ളൂ, ഏകദേശം അതന്നെയാണ് കമന്റ് വരുന്നത്. അപ്പോൾ എന്താ പറയുക, ഉമ്മാന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അവർ നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് പല സന്തോഷങ്ങളും കാര്യങ്ങളും മാറ്റി വെച്ചിട്ടുണ്ടാവും. ഇല്ല എന്ന് പറയുന്നില്ല, ഞങ്ങളും ചിങ്ങടുവിൻ്റെ കാര്യത്തിൽ ഞങ്ങളത് മനസ്സിലാക്കണമല്ലേ. അതൊന്നും ഇല്ല എന്ന് ആരും പറയണില്ല. പക്ഷേ ഞാൻ അവരുടെ സന്തോഷത്തിന് വേണ്ടി ജീവിച്ച എൻ്റെ സന്തോഷം ഞാൻ കളഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പം ഞാൻ അവരുടെ അടുത്ത് വാവച്ചിൻ്റെ കാര്യം പറയണം, അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വാവച്ചിനെ വിടാൻ പറ്റില്ല. അവിടെ എൻ്റെ ഹാപ്പി ഇല്ലാണ്ടായി, മനസ്സിലായ? അപ്പം അതും കൂടി നിങ്ങൾ ചിന്തിക്കണം. ഐഷ താത്ത, എനിക്ക് തോന്നുന്നു കണ്ടന്റ് ക്ഷാമം വരുമ്പോഴാണ് പ്രഗ്നന്റ് ജേണി തുടങ്ങുന്നതെന്ന്. ഉള്ളത് പറയാലോ, പറഞ്ഞത് ഭയങ്കര ശരിയാണ്. കൊറേ പേര് പറയണത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഇങ്ങനത്തെ ഒരു കണ്ടന്റ് ക്ഷാമം ഇല്ല. ശരിക്കും പറഞ്ഞല്ലേ, ഒന്നാമത് ഈ ഫാമിലി വ്ളോഗേഴ്സിനൊക്കെ എന്ത് കണ്ടന്റ് ക്ഷാമമുള്ളൂ, ഡെയിലി ലൈഫ്. ഞങ്ങൾക്ക് സമയമില്ലാണ്ട് ഞങ്ങൾ വീഡിയോ ഇടാം. ഞങ്ങൾ കണ്ടന്റ് ക്ഷാമമില്ല, ഇഷ്ടംപോലെ കണ്ടന്റുകൾ ഉണ്ട്, ഞങ്ങൾക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചിലപ്പോ വീഡിയോ എടുത്തു വെക്കണതും കൂടെ ചിലപ്പോ ആ ദിവസം ഇടാൻ പറ്റില്ല. അതെ, ഇതിപ്പോ ഇന്നലെ ഞങ്ങൾ വീഡിയോ എടുത്തു വെക്കും, ഞങ്ങൾക്ക് ഇന്നലെ അത് ഇടാൻ പറ്റിയിട്ടില്ല, കാരണം ടൈം കിട്ടാത്തത് കൊണ്ട്. അപ്പം അതൊക്കെ മനസ്സിലാക്കുക. സെറീന, ഉമ്മയല്ലേ സാരില്ല, ഒക്കെ ശരിയാവും. ഉമ്മ വിളിക്കണേൽ ഇജ്ജി എടുക്കണേ, ദേഷ്യമൊക്കെ മാറ്റി വെച്ച് നല്ല രീതിയിൽ പോകുന്നതല്ലേ നല്ലത്. ഉമ്മാക്ക് ഇഷ്ടപ്പെടുമെങ്കിലും നിങ്ങൾ അത് തിരിച്ച് കാണിക്കരുത്, അതായത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളത് തിരിച്ച് കാണിക്കരുത് എന്ന്. ഞങ്ങൾ അങ്ങനെ ഇപ്പൊ ഈ കമന്റ് ചെയ്ത പോലെ ഞങ്ങളുടെ ഇഷ്ടപ്പെടാത്തതായിട്ടുണ്ടാവും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ അതിനനുസരിച്ചിട്ട് ഒന്നും അവനൊന്നും ബുദ്ധിമുട്ടിപ്പിക്കാനും നിന്നിട്ടില്ല, പിന്നെ അതിനനുസരിച്ച് ഞങ്ങളൊന്നും നിന്നിട്ടുമില്ല. അപ്പൊ ആ ഒരു നെഗറ്റീവ് ഞങ്ങളോട് തോന്നിയിട്ടാണെന്നുള്ള ഒരു ഇതൊന്നുമില്ല. മൂപ്പർക്ക് മെയിനായിട്ട് പള്ളി, ഫാമിലി, അങ്ങനെ കുറെ സംഭവങ്ങൾ തടസ്സമുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചാണെങ്കിൽ ഓക്കെ ആവുമായിരുന്നു. പക്ഷെ അതാണ് ഇമ്പോർട്ടന്റ് എന്ന് പറയുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലോ അഖിൽ വി, കൊച്ചിനെ നോക്കിയെങ്കിലും ഉമ്മാക്ക് സ്നേഹിച്ച് നിൽക്കായിരുന്നു. ആ ചിങ്കിളിന്റെ ഫേസ് കാണുമ്പോൾ പഴയതെല്ലാം മറന്ന് സ്നേഹിച്ച് നിൽക്കണം. ഞങ്ങൾ അതാണ് ഏറ്റവും കൂടുതൽ വിചാരിച്ചിട്ട്. എന്റെ അത്തയടക്കം പറയല്ലോ, അത്തയടക്കം പറയുന്ന കാര്യമാണ്, മൂപ്പര് മരിക്കുന്നതിന് മുമ്പ് കുട്ടിയൊക്കെ എല്ലാം ശരിയാവും, മനസ്സിലായ? എനിക്ക് തോന്നുന്നു അതിന് ശേഷമാണ് കൂടുതൽ. അതിനുശേഷം ഓവർ, അതിന് മുമ്പ് കുറച്ചൊരു കോണ്ടാക്റ്റും ഒരു നല്ല രീതിക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഓവറായി. ഗൈസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകണം നോക്കണം, ഞാൻ ഹീറ്റിംഗ് ആയിട്ട് ഓഫ് ആവണം നോക്കണം കേട്ടോ. ഫാത്തിമ അനീഫ, ഉമ്മയും അമ്മയും തിരിച്ചറിയാത്തവർ ഇങ്ങനെയൊക്കെ പറയൂ. ഈ കമന്റ് ഇട്ട് നന്നായിട്ടാ. അല്ല, ഞാൻ ഒറ്റൊരാളാണ്, ഞാൻ ഈ കമന്റ് ഇട്ടതിന് പറയാം. അല്ല, അങ്ങനെ അവര് പറയാണെന്നുണ്ടെങ്കിൽ കൂടി ഉമ്മയും അമ്മയും ഉണ്ട്, നമുക്ക് രണ്ടും മനസ്സിലാവും. പക്ഷെ ഈ ഒരു അമ്മയും ഉമ്മയും പിന്നെ ക്രിസ്ത്യൻസിൽ എന്താ പറയാ, അതും അമ്മ തന്നെയാണ്. അത് ചിലവർ ഓരോരുത്തരും ഓരോ രീതിയിലാ വിളിക്കാം. ഇതെല്ലാം ഒറ്റ ഒരാളേ ഉള്ളൂ. ഈ ജാതി കൊണ്ടും മതവും കൊണ്ടും ഒക്കെ തിരിച്ചു പറയുന്ന ഒരു പേരുകളല്ലേ അതൊക്കെ. ഇതിനുള്ള ആൻസർ കൊടുക്കേ. അതന്നെ ഞാൻ പറയാൻ വന്നത്. ഇപ്പൊ ഉമ്മയാണെങ്കിൽ അമ്മയാണെങ്കിൽ രണ്ട് രീതിക്ക് ഞങ്ങൾക്കുണ്ട്. അമ്മയുണ്ട്, അതുപോലെ തന്നെ ഉമ്മയുണ്ട്. രണ്ടാളുടെ ഇത് ഞങ്ങൾക്ക് അറിയാം. അതല്ലാണ്ടുള്ള അമ്മമാരുടെ കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ളവർക്ക് നല്ലപോലെ വില കൊടുക്കും, ഇല്ലാത്തവർക്ക് ആ ഒരു രീതിയിലായിരിക്കും. അവര് നമുക്ക് എങ്ങനെ തരുന്നു അതുപോലെ തന്നെ തിരിച്ചും കൊടുക്കാൻ പറ്റുള്ളൂ. അതെ, അത്രേ ഉള്ളൂ. സമീഹ, ഇത് മറ്റേ സമീഹയാണോ സമീറയാണോന്ന് അറിയില്ല. ഉമ്മാക്കൊരു സല്യൂട്ട്, ഇവനെ പുറത്താക്കിയത്. ആരും പുറത്താക്കിയിട്ടില്ല, പുറത്താക്കേണ്ട ഒരു ഇതും വന്നിട്ടില്ല. ഞങ്ങള് എന്താ പറയുക, അവർക്കൊരു ബുദ്ധിമുട്ടാണെന്ന് ഞങ്ങൾ മുൻകൂട്ടി എല്ലാം, പിന്നീട് ഉണ്ടാവുന്ന പ്രശ്നങ്ങളും മൊത്തം മുൻകൂട്ടി ചിന്തിച്ച് ഞങ്ങൾ കല്യാണത്തിന് മുമ്പേ വീടെടുത്ത് മാറിയതാണ്. അത്തയാണെന്നുണ്ടെങ്കിൽ നീ ഇവിടുന്ന് ഇറങ്ങി പോകുന്ന ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. അതെ. നെക്സ്റ്റ് നൂറക്കുട്ടനാ. ഇവരെ എന്താണ് ഇതിങ്ങനെ ആക്കേണ്ട പഠിച്ചോനെ, സത്യം അറിയാം. നിങ്ങൾ ജീവിക്കുക, ഉമ്മ മതം നോക്കുന്നു, അത് സാരില്ല. നിങ്ങൾ നല്ലോണം ജീവിക്കുക, വാവച്ചി
എന്താണ് പറയണത് ശരിയാണ്. ഉമ്മാനെ നോക്കണം, അവരുടെ രീതിയിൽ, നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ജീവിക്കുക. ഇതൊക്കെ നല്ല പോസിറ്റീവായിട്ടുള്ള കമൻസ് ആണ്. നമ്മൾ കുറേയൊക്കെ എത്രയൊക്കെ നമ്മൾ ഒരാളിനെ നേരാക്കാൻ നോക്കിയാൽ അവർ മാറില്ല. അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതെ. പിന്നെ നെക്സ്റ്റ് കേട്ടാ എന്താണ് നിത ഉമ്മാൻ്റെ ഭാഗത്ത് നിന്ന് കൂടി ആലോചിക്കണം. ഉമ്മ പഴയ ആൾക്കാരല്ലേ, അപ്പോൾ അവർക്ക് നാട്ടുകാരെയും ഫാമിലിയും പള്ളിയൊക്കെ ആവും മെയിൻ. ഉമ്മാനെ ഇഷ്ടത്തിന് അല്ലല്ലോ കല്യാണം കഴിച്ചേ, അതുകൊണ്ടാവും അവർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതെന്നുള്ളൊരു ഇതാണ്. അല്ല, ഇപ്പൊ ഈ പറയുന്ന പഴയ ആൾക്കാരില്ലേ എന്ന് പറഞ്ഞ രീതിക്കുള്ള ഒരു കമന്റാണ് ഇതുണ്ടാ. എന്തിപ്പോ പഴയ ആൾക്കാര് പുതിയ ആൾക്കാർ അങ്ങനെയൊന്നുമില്ല. ഈ ഫാമിലി, പള്ളി, ഈ മതം, ഇതൊക്കെ നമ്മൾ പിടിച്ചു നിർത്തിയാൽ നമ്മളുടെ കൂടെയുള്ള സത്യം. അപ്പൊ ഈ മതം, ഫാമിലി ഇതൊക്കെ നോക്കിയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്യണ്ട, അത്രേ ഉള്ളൂ. ഫാമിലി പറയുന്ന ആൾക്കാരില്ലേ, ആ ഫാമിലിയിലുള്ള ആൾക്കാർ അവന്റെ കാര്യം നോക്കി ജീവിക്കണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഫാമിലി, ഉമ്മ പറയുന്ന ഫാമിലീസ് ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ അവരുടെ കാര്യം വരുമ്പോ എല്ലാവരും നല്ല പിള്ള ഇതായിട്ട് നടക്കുന്ന ആൾക്കാരാണ്. അമ്മ പിന്നെ എല്ലാവരുടെയും സ്വഭാവം അറിയാം, എല്ലാവരും തരാം. അതുകൊണ്ട് തന്നെ എല്ലാവരും ഫസ്റ്റ് മക്കൾക്ക് ഇമ്പോർട്ടൻസ് തരുന്നു, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കണുള്ളൂ. ഒരു ഇതിട്ടാ സനീഷ ഉണ്ട്, ആർക്ക് മനസ്സിലായില്ലെങ്കിൽ എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ അവസ്ഥ. നിങ്ങളുടെ ഇന്റർകാസ്റ്റ് അല്ല, അറേഞ്ച് മാരേജ് ആയിരുന്നു, എന്നിട്ടും ഈ അനുഭവങ്ങൾ ഞങ്ങൾക്ക് കൊണ്ടുവന്നു. അത്രേ ഉള്ളൂ. ഉള്ളവർ ഇഷ്ടം ചെയ്തവർക്കും അങ്ങനെ അനുഭവിക്കുന്നവർക്കും അറിയും. ഒരു സൗമ്യ, ഇത് വേറെ സൗമ്യ കേട്ടാ. ഇതുവരെ നിങ്ങളെ കുറിച്ച് നല്ല അഭിപ്രായമായിരുന്നു, ഈ വീഡിയോ കണ്ടതോടെ അതില്ലാതായി. ബെസ്റ്റ്, കുഴപ്പമില്ല. അങ്ങനെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഞങ്ങളെ വിലയിരുത്തുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇഷ്ടപ്പെട്ടാൽ മതി, അല്ലാത്ത ആൾക്കാർ സ്കിപ്പ് ചെയ്ത് പോലെ. അത്രേ ഉള്ളൂ. റസീന, നിങ്ങൾ നിങ്ങളുടെ ഭാവം മാത്രം ചിന്തിക്കുള്ളൂ. പ്രസവിച്ച് ഉമ്മാന്റെ പൊരുത്തമായും കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. ഉമ്മാക്ക് ഉമ്മാന്റെ മതത്തിൽ ജീവിക്കുമ്പോൾ ചില പരിമിതികൾ കാണും. ദയവ് ചെയ്ത് ഉമ്മാനെ കുറിച്ച് പറയുന്നത് ചുരുക്കി പറയൂ. ആ സ്ത്രീയുടെ കാൽച്ചോട്ടിലാണ് ബ്രോ നിങ്ങൾക്കുള്ള സ്വർഗം. 25 വയസ്സ് വരെ നിങ്ങളെ പോറ്റി വളർത്തിയതല്ലേ. എൻ്റെ വയസ്സ്, എൻ്റെ ജനിച്ച സമയം, ഞാൻ ഇപ്പോൾ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാം അറിയുന്ന ആരോ ആണ് റസീന താത്ത. അപ്പോൾ സ്വർഗത്തിൻ്റെ കാര്യം ഞങ്ങൾ അപ്പോഴേ പറഞ്ഞില്ല, ഇവരൊക്കെ സ്വർഗത്തിൽ പോയിട്ട് വന്ന ആൾക്കാരാണ് ഗൈസ്. ഇപ്പോൾ ഉമ്മാൻ്റെ പൊരുത്തം വാങ്ങി ജീവിക്കണം പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടം പറഞ്ഞു, അവരത് അംഗീകരിച്ച് നല്ല രീതിക്ക് പോവുകയാണെങ്കിൽ ആ ഒരു ഇപ്പം ഈ പറഞ്ഞ ഈ പൊരുത്തം പോലെ പോവും. അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ അത് നിങ്ങൾ ചിന്തിക്കാലോ. സെറീൻ വേൾഡ് എന്തുകൊണ്ട് ഇക്ക എന്തൊക്കെ പറഞ്ഞാലും ഉമ്മയാണ്. സ്വന്തം മകൻ ഒരുപാട് പ്രതീക്ഷകളുണ്ടാവും. വാവ കുഞ്ഞിന് ജന്മം കൊടുത്തത് കണ്ടതല്ലേ, അപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെയല്ലേ ഇക്കാനെയും ഉണ്ടാക്കിയത്. പോട്ടെ, ഇക്ക സ്വന്തം ഉമ്മ അവോയ്ഡ് ചെയ്യുമ്പോൾ സങ്കടം ഉണ്ടാവുന്നു. അപ്പോൾ ഇതിനുള്ള മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, വാവച്ചി പ്രസവിക്കുന്ന സമയത്ത് ഞാൻ ഉള്ളിൽ കയറിയിട്ട് കണ്ട ഒരാളാണ്. അതിൻ്റെ ഏകദേശം ഇതെല്ലാം എനിക്ക് മനസ്സിലായ ആളാണ്. എല്ലാം ശരിയാണ്, അതല്ലാതെ ഞാൻ കുറേ വീഡിയോസിലും കണ്ടിട്ടുണ്ട്. അതൊക്കെ ഒരു എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം തന്നെയാണ്. ആ വേദനയൊക്കെ അതൊക്കെ എന്താ പറയുക, നമുക്ക് പറയാനും കാര്യങ്ങളും പറ്റില്ല. അതൊക്കെ അവർ അനുഭവിക്കുന്നത് തന്നെയാണ്. ഇപ്പോഴും വായിച്ചത് പറയാറുണ്ട്, എല്ലാ അമ്മമാരും അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ നമുക്ക് മനസ്സിലാവും ഗൈസ്. പക്ഷെ ആ ഒരു ഒറ്റ വേദനയ്ക്ക് വേണ്ടിയിട്ട് എന്താണ് നമുക്ക് നമ്മുടെ ജീവിതം മൊത്തത്തിൽ കളയാൻ പറ്റുമോ? അതായത് അവരുടെ ഇഷ്ടം മാത്രം നോക്കി നമ്മളുടെ ഇഷ്ടം വേണ്ടാന്ന് വെച്ചിട്ട് നമ്മുടെ ജീവിതം കളയാൻ പറ്റില്ലല്ലോ. നെക്സ്റ്റ് കൺഫ്യൂസ്ഡ് ഫ്രോഗ്, അവരവരുടെ അഭിപ്രായമാണ് ഇരുന്നത്, ബാക്കിയുള്ളവർ ചെലവിന് കൊടുക്കുന്നുണ്ടോ? വാവച്ചിയുടെയും ഹസ്ബൻഡിൻ്റെയും കാര്യം അവരെ നോക്കിക്കോളും. അവർ പറയുന്നതും കറക്റ്റാണ്. അവർ അവരുടെ കാര്യം നോക്കിയല്ലേ ഇരിക്കുന്നത്, അതിന് മറ്റുള്ളവർക്ക് എന്താണ് കുഴപ്പം? അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടിരുന്ന കേട്ടാ. റൂബി തംസി, എന്താ മോനെ നീ കൊണ്ടൊരു ദേഷ്യത്തിൻ്റെ ഒരു ഇതിട്ടിട്ട് ഉമ്മ പൈസക്ക് വേണ്ടി മാത്രം വിളിക്കുകയാണെന്ന് പറയാൻ നാണം ഇല്ലടാ നിനക്ക്? അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പറയുന്നില്ല. ഇപ്പൊ എനിക്കെന്താ നാണക്കേടുള്ളത്? അത് ഞങ്ങൾക്കത് അനുഭവം അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് അത് പറഞ്ഞു, അത്രേ ഉള്ളൂ. അതെ. അപ്പൊ നെക്സ്റ്റ് ചിന്നൂൻസ് എന്തോ ആണ്. ഉമ്മാനെ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വെച്ച് കുറ്റം പറയരുത്. ആ ഉമ്മ നിന്നെ പോറ്റി വളർത്തിയത് കൊണ്ടാണ് ഇപ്പൊ നീ അവളുടെ മുന്നിലിരുന്ന് ആ ഉമ്മാനെ കുറ്റം പറയുന്ന ആളായത്. എല്ലാവർക്കും ഒരു ജീവിതം ഉള്ളൂ. ഒന്നിനെങ്കിൽ അവൾ മുസ്ലിം ആക്കി ഉമ്മാൻ്റെ കൂടെ ഹാപ്പിയായി ജീവിക്കാൻ നോക്കൂ. എൻ്റെ ഫാമിലിയിലെ ഒരു റിലേറ്റീവ്സ് ഇതുപോലെ ഡിഫറെൻറ്റ് കാസ്റ്റുള്ളൊരു ചേച്ചിനെ 4 years സ്നേഹിച്ചു.
എന്നിട്ട് 2 വീട്ടുകാരുടെയും സമ്മതത്തോടെ ആ ചേച്ചിനെ മുസ്ലിം ആക്കിയിട്ട് മാരേജ് ചെയ്തു. ഇപ്പോൾ ഹാപ്പി ആയിട്ടാണ് 2 ഫാമിലീസും മുന്നോട്ട് പോകുന്നത്. നിങ്ങളും ഈ എങ്ങനെയും ഈ പ്രശ്നങ്ങളൊക്കെ റെഡിയാക്കാൻ നോക്കൂ, എന്നിട്ട് ഹാപ്പി ആയിരിക്കും. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പറയുന്ന പെൺകുട്ടികൾക്ക് വീട്ടുകാരില്ലേ? ഇപ്പോൾ വാവച്ചി ഇപ്പം ഈ കമൻറ്റ് ചെയ്ത ആ കുട്ടി വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നത് വെച്ചിട്ട് വാവച്ചിനെ മുസ്ലിം ആക്കി എല്ലാം ഓക്കെ ആക്കുന്നുള്ള രീതിയിലാണല്ലോ പറയണത്. അപ്പോൾ വാവച്ചിക്കും വീട്ടുകാരില്ലേ? അവർക്ക് അതിൽ മനസ്സുകൊണ്ട് സന്തോഷിക്കാൻ പറ്റുമോ? വേവിന്റെ ഇതില് വേവിന് എന്തായാലും ഞങ്ങളിലേക്ക് ചേഞ്ച് ആക്കിയെന്ന് അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇല്ല, അതല്ല ഞാൻ ചോദിക്കുന്നതിന് ഇവര് മറുപടി തരട്ടെ. അതായത് ഇപ്പോൾ വാവച്ചിക്ക് അതുപോലെ വീട്ടുകാരുണ്ട്. അപ്പോൾ വാവച്ചിന്റെ വീട്ടുകാർ വാവച്ചിനെ ഇത്രയും കാലം ജീവിച്ചെന്ന് വേറൊരു ഇതിലേക്ക് പോണ സമയത്ത് അവർക്ക് അത് ഹാപ്പി ആയിരിക്കും. അതായത് ഇവന്റെ വീട്ടുകാരന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ മൊത്തത്തിലൊന്ന് ഇതാവണം. അതൊന്നും ശരിയായിട്ടുള്ള കാര്യമില്ല. അവിടെ ചിന്തിക്കണത് നമ്മളുടെ കാര്യം സേഫ് ആക്കണം എന്ന് മാത്രം ചിന്തിക്കുന്നവരാണ് അങ്ങനെ വന്ന് കമന്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞുതരാം, മുസ്ലിംസിൽ കുറെ പേരുണ്ട് ഇപ്പോഴും അങ്ങനെ മാറാത്ത ആൾക്കാർ. അപ്പൊ കുറെ ഒക്കെ മാറി ചിന്തിക്കേണ്ട കാര്യം. ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളാണ്. ഇപ്പൊ ഞാനില്ലേ പെൺകുട്ടിക്കില്ലേ നല്ല രീതിക്ക് കമന്റ് ഇട്ടതായിരിക്കാം ട്ടാ. അപ്പൊ അവരുടെ ഫാമിലിയിൽ അങ്ങനെ ഒരു ഇതുണ്ട് വെച്ചാൽ വായിച്ചു പറഞ്ഞ അവർക്ക് നല്ല രീതിക്ക് അത് കുഴപ്പമുണ്ടാവില്ല. അങ്ങനെയുള്ളവർ മാറിക്കോട്ടെ. മാറാൻ താല്പര്യം ഇല്ലാത്തവർ എന്തിനാ മാറേണ്ട ആവശ്യം? ഒരാവശ്യമില്ല. പിന്നെ അത് മാത്രമല്ല, എനിക്കും ബേബിക്കും അവിടെ ഒരു ഇഷ്യൂ ഇല്ല. ഇപ്പൊ വേറെ ആർക്കും ഇപ്പൊ ഇത് പറയാം. പിന്നെ ഞങ്ങളാണെന്നുണ്ടെങ്കിലും 2 ആളാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ രീതിക്ക് പോകണമെന്നുള്ളൂ. അതല്ലാണ്ട് വായിച്ച് ഹിന്ദു ആചാരപ്രകാരം ഞാൻ ഈ പള്ളിന്റെ ഇതിൽ, അതായത് മുസ്ലിം ആചാരപ്രകാരം പോകും, അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. മുസ്ലിമും അല്ല, ഒന്നുമല്ല. ഞങ്ങൾ മനുഷ്യന്മാരായിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇപ്പൊ വാവിച്ചിക്ക് പൊട്ടിട്ടാൻ തോന്നിയാൽ വാവിച്ച് പൊട്ടിടും, അതുകൊണ്ട് ഹിന്ദു ആവില്ല. ഞങ്ങളിപ്പോ ചിങ്കുവിനാണെന്നുണ്ടെങ്കിൽ പൊട്ടിട്ടാൻ തോന്നി ഇട്ട് കൊടുക്കും, അതൊരു ഹിന്ദു ആവില്ല. അത് ഞങ്ങളൊരു ചന്തത്തിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഞങ്ങൾ ചിന്തിക്കണം, അല്ലാണ്ട് മതത്തിന്റെ പേരിലൊന്നും ഞങ്ങൾ ചെയ്യാറില്ല. അതുപോലെ ചിങ്കുടുവിന് പേരിട്ടതില് കുറെ പേര് പറയുന്നുണ്ട് മുസ്ലിം പേര് തന്നെ ഇട്ടു നന്നായി എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പക്ഷെ അത് ഞങ്ങൾ മുസ്ലിം പേരായിട്ട് ഇട്ടതല്ല, ഞങ്ങൾ കോമൺ ആയിട്ടുള്ള ഒരു പേരായിട്ടാണ് ഞങ്ങൾ ചിങ്കുടുവിന് ഇട്ടത്. പിന്നെ അത് മുസ്ലിം പേരാണെന്ന് പറഞ്ഞിട്ട് തലക്കേറ്റ് വെച്ച് നടക്കണവര് തലക്കേറ്റ് വെച്ച് നടക്കുന്നു, അത്രേ ഉള്ളൂ. അതെ, ഞങ്ങൾക്ക് പേര് കുറച്ച് കുഴപ്പമില്ലാന്ന് തോന്നി ഞങ്ങൾ ഇട്ടു, അത്രേ ഉള്ളൂ അല്ലേ. പിന്നെ അതുപോലെ തന്നെ അല്ലേ എല്ലാവർക്കും ഉള്ളൊരു എന്താ പറയാ ഇതാണ്, അതായത് ഡൗട്ട് എന്നല്ല, അത് ചിലപ്പോ അറിഞ്ഞിട്ടും അറിയാതെ പറയണതും ആയിരിക്കാം കേട്ടോ. അതായത് ഞാൻ ഒരു മോനല്ലേ ഉള്ളൂ എന്നുള്ളൊരു രീതിക്ക് ഇട്ട. ഞാനൊരു മോനല്ല, ഞങ്ങൾ 3 മക്കളാണ്. ഞാനാണ് ഏറ്റവും ലാസ്റ്റ്. വേറെ 2 പേരുണ്ട്, എൻ്റെ മൂത്തത് ഒരു താത്തയുണ്ട്, ഒരു ഇക്കയുണ്ട്. അപ്പോൾ ഉമ്മാക്ക് എന്ന് പറയുമ്പോൾ ഞാൻ മാത്രമല്ല അവരും ഉണ്ട്, മനസ്സിലായി. ഇപ്പൊ ഞാൻ അവോയ്ഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എല്ലാരും ബേബിനെ തന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട് പറയണം. അവര് ഉണ്ടല്ലോ. ഞാൻ അവോയ്ഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് ചെയ്യേണ്ടി വരികയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വേറെ ആരും ഇല്ല, അവർ വേറെ 2 മക്കളുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ അവർ ഹാപ്പി ആയി പോട്ടെ, ഞങ്ങൾ കാരണം അവർക്ക് ബുദ്ധിമുട്ടാവണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ മാറി നിൽക്കണം, അത്രേ ഉള്ളൂ ഗൈസ്. ഇനിയിപ്പോ ഇതിന്റെ താഴെ എന്തൊക്കെ വരുന്നൊന്നും അറിയില്ല. ടോട്ടലായിട്ട് ഇത്രേ പറയാനുള്ളൂ. ഇപ്പൊ ഉമ്മാനെയാണെന്നുണ്ടെങ്കിൽ ആനിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കുറ്റപ്പെടുത്തിയിട്ട് സംസാരിച്ചിട്ടില്ല. ഞങ്ങളുടെ അവസ്ഥ, ഞങ്ങളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ പുറത്ത് പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് എന്തായാലും അഭിപ്രായങ്ങൾ കുറെ വരും. അപ്പൊ എന്തായാലും വന്നോളൂ. അപ്പൊ ഞങ്ങൾ ഇനിയിപ്പോ വേറെ നല്ല വ്ളോഗുകളായിട്ട് വരാം. ഇനി ഇതിനെ ചൊല്ലിട്ട് ഞങ്ങൾ ഇങ്ങനെ വീഡിയോ ഉണ്ടാക്കുള്ളൂ, കാരണം വയ്യ, ഇതെന്നെ പാടിക്കൊണ്ടേ നടക്കാൻ ഞങ്ങൾക്ക് വയ്യ. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇനി വേറെ നല്ലൊരു വ്ളോഗായിട്ട് വരാം, സത്യം. അപ്പോ ബൈ.